ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിലെ 28-ാമത്തെ തിരുവചനമാണ്. ഈശോയുടെ കുരിശിലെ അവസാന തിരുമൊഴികൾ 7 മൊഴിമുത്തുകളിൽ ഒന്നാണ് എനിക്ക് ദാഹിക്കുന്നു. കുരിശിൽ മരിക്കുന്നവന്റെ ഏറ്റവും വലിയ സഹനമെന്ന് പറയുന്നത് ദാഹം തന്നെയാണ്. വളരെ പ്രത്യേകിച്ച് ഈശോ പെസഹ വ്യാഴാഴ്ചത്തെ അവസാന അത്താഴത്തിന് ശേഷം ഭക്ഷണവുമില്ല, പാനീയവുമില്ല. ഗത്സമേനിയിൽ രക്തം വീർത്തു. രക്തം വീർക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഞരമ്പുകളൊക്കെ പൊട്ടിയാണ് രക്തം ഒഴുകുന്നത്. പിന്നെ ശരീരം മുഴുവനും ചാട്ടമാറടിയേറ്റ് ശരീരമൊറ്റ വ്രണമായി മാറിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. കൈത്തണ്ടയിലും പാദത്തിലുമൊക്കെ കാരിരുമ്പാണികൾ അങ്ങ് അടിച്ചു കയറ്റിയപ്പോ ബാക്കി സിരകളും ധമനികളും ഒക്കെ മുറിഞ്ഞിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. നാഡിഞരമ്പുകൾക്കൊക്കെ ക്ഷതമേറ്റിട്ടുണ്ട്. പേശികൾ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ദുസ്സഹമായ വേദനയാണ്. ഈ വേദനയ്ക്കപ്പുറം അസഹനീയമായ ദാഹവും ഉണ്ട്. ഈ ദാഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇനിയൊരിക്കലും ദാഹിക്കാതിരിക്കുന്ന ജീവജലത്തിന്റെ ഉറവ ഞാൻ തരാം. ഈ വെള്ളം നീ കുടിക്ക്, ഇനിയൊരിക്കലും നിനക്ക് ദാഹിക്കില്ല എന്നൊക്കെ സമരായ സ്ത്രീയോട് പറഞ്ഞവനാണ് ഇന്ന് ദാഹിക്കുന്നു എന്ന് പറയുന്നത്. സമരിയാക്കാരിയോട് വെള്ളമൊക്കെ ചോദിച്ചെങ്കിലും സമരിയാക്കാരിയിൽ നിന്ന് വെള്ളമൊന്നും വാങ്ങിച്ച് കുടിക്കുന്നില്ല. അപ്പൊ ദാഹം വെള്ളം കുടിക്കാനുള്ള ദാഹമായിരുന്നില്ല. കുരിശിലും അത് തന്നെയാണ് അവസ്ഥ. വെള്ളമൊന്നും കുടിക്കുന്നില്ല. അവര് വിനാഗിരിയൊക്കെ വെച്ച് നീട്ടിയെങ്കിലും അതൊന്നും എല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ ദാഹം വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല, ഇത് കൊടുക്കാനുള്ള ദാഹമാണ്. സ്വന്തം ആത്മാവിനെ, സഹായകനായ പരിശുദ്ധാത്മാവിനെ ജനത്തിന്, ദൈവജനത്തിന് ദാനമായി നൽകാനുള്ള ദാഹമാണ് ഈശോയുടെ ഈ ദാഹം. ഇത് വെള്ളം കുടിച്ചാൽ തീരുന്നതല്ല. അതുകൊണ്ടല്ലേ അവൻ മരിച്ചെന്ന് കണ്ടിട്ടും അവന്റെ തിരുനെഞ്ച് കൂർത്ത കുന്തത്താൽ പിളർന്നു നോക്കിയത്. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ രക്തവും വെള്ളവും എന്ന് പറയുന്നത് ജീവജലമാണ്, ജീവരക്തമാണ്. ആ ജീവജലവും ആ ജീവരക്തവും നമുക്ക് എല്ലാവർക്കും തന്ന് നമ്മെ രക്ഷിക്കുകയാണ്. ആ രക്ഷയിൽ നിന്ന് ആരും നഷ്ടപ്പെടരുത്. അതാണ് ഈശോയുടെ ദാഹം. ആ രക്ഷയുടെ ആ നീർച്ചാലിൽ നിന്ന് എല്ലാവരും പാനം ചെയ്ത് എല്ലാവരും രക്ഷ സ്വന്തമാക്കണം. അതാണ് ഈശോയുടെ ആഗ്രഹം. നമുക്കും ആ രക്ഷ സ്വന്തമാക്കാം. ആമേൻ.